സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ടാ ഫോട്ടോഷൂട്ട്. ഓൻ്റെ എടുക്കുന്നു കഴിഞ്ഞ് ഇനി ക്യാപ്പ് ഓൺ കൊടുത്ത് ഫോണി ഓൺ കൊടുത്ത് അതിലെടുക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതെന്റെ പണി. മഴക്കാലം നോക്കുമോനെ, ഏത് ഫോഗ് പോന്നേ വരുന്നു. അപ്പൊ എങ്ങനെ ചെയ്യാവോ? ഇനി എവിടെ പോതാ? മണ്ടൽപേട്ട. എവിടെ പോന്ന? ആടെന്ത് സംഭവം? അപ്പൊ ഇന്ന് പൊളിക്കുമല്ലോ അമ്മോ. പൊളിക്കൂ. എന്ത് തളിക്കുന്ന ഏത് തണുപ്പുമായി, ഏത് തണുപ്പ് എന്ത് കൂടിക്കൊണ്ട് പോകുന്നില്ല. ഇന്നലെ സേവ ചമ്മക്ക് എന്തായി? ഇന്നലെ ഭയങ്കര പാട്ടല്ല, തമിഴ് പാട്ട്. എവിടെ വന്നു ഇപ്പൊ? ചാടിക്കാൻ വന്നു. എവിടെ എന്നില്ലല്ലേ? ഇത് മായ വഴി നോക്കുക. മായും പോകി എങ്ങനെ റൂമിലെടുക്കൂനി ഏട് പോവാൻ നിക്കണ്ട. നല്ല സേവ്. നിങ്ങൾ രാവിലെ തോർത്തെങ്ങാൻ പോയിട്ട് തോർത്തെടുത്തോ? എടാ അമ്മനില്ല. ഈ രാവിലെ ഈ 6 മണിക്ക് നിങ്ങൾക്ക് ഏത് പീട് വരുന്നത്? നിങ്ങൾക്ക് തോർത്ത് തരുന്ന 6:55 ഇപ്പൊ 8:15. ഓ ടൈം അറിയില്ല. ഞമ്മയുടെ ജോലിയുള്ള ടൈം പോകുന്ന അറിയുന്നില്ല. ഇല്ല അർജുനെ ജൂനിയറിനെ ചായ അടിച്ചു കൊണ്ട് അതില് നിൽക്കുക കിടക്കാതെ. അല്ല തോർത്തെടുത്തോ നിങ്ങൾ? രാവിലെ തോർത്തേക്കാൻ അയ്യാ. ഈ രാവിലെ ഈ 6 മണിക്ക് വരുന്ന തോർത്ത് ഏത് വീട് വരുന്ന കണ്ടല്ലയാ? ഇന്ന് കളന്ന് പറഞ്ഞു രാവിലെ തന്നെ. ഇനി ഇങ്ങനെ നമ്മള് തോപ്പിക്കുന്നില്ല. സുഹൃത്തുക്കളെ, നമ്മ പോന്നുണ്ട്. നമ്മ എന്തെല്ലോ ചെല്ലുന്നു, നമ്മക്ക് എന്താ അറിയുന്നില്ല. കുമ്പടാച്ച എവിടെ പോകാനല്ലേ? മാന്തൽപേട്ട്. ആടെന്ന് മാന്താനാ? എന്തുമാ ഈ മായൊക്കെ ഉണ്ടാവും നമ്മ ട്രക്കിങ്. അന്വേഷിക്കാൻ അടുത്ത അതല്ല സിയാബു. ജിയാക്ക് ചേട്ടനെ വേണ്ടല്ലോ. നമ്മൾ ആമിഞ്ഞതും തന്നെ എത്ര 45,000 രൂപ. 45,000 രൂപ എന്തെങ്കില് അത് പോയി. അങ്ങനെ ഇപ്പൊ എല്ലാരും ഉച്ച നോക്കുന്നവരറിഞ്ഞ തനി മലയാളി. അടുത്ത തനി മലയാളിറാ കാർത്തിക് സൂര്യക്ക് ഇന്നലെ മകനെ കഴിഞ്ഞ്. എന്നെ വിളിച്ചു പോവാൻ കഴിഞ്ഞില്ല. കാർത്തിക് സൂര്യക്ക് മകനെ കഴിഞ്ഞില്ല. ഞാൻ എന്നെ വിളിച്ചു പോവാൻ കഴിഞ്ഞില്ല. ബിസി ആയിപ്പോയില്ലേ? ഞാൻ ബിസി ആയിപ്പോയി. ഇപ്പൊ എവിടെ ചെയ്യാൻ നമ്മളുള്ള മടിക്കേരി ടൗണിലുള്ള എവിടെ ജോലി? ടൗൺ ഓഫ് മടിക്കേരി. പക്ഷെ ചായ കുടിക്കാൻ പോന്നല്ല. എവിടെ? ഉടുപ്പിയില്ല. പ്യൂർ വെജ്. ഉടുപ്പി പോയി. അങ്ങനെ പാരീസിൽ വന്നു. പാരീസ് എന്തേ? പറ്റിയ സാധനമില്ല, ഉപ്പുമാവില്ല, സീറയില്ല. അതിന് വേണ്ടിട്ട് സെർച്ച് ആക്കിട്ട് പോന്നിട്ട്. നീ എന്തിനാ ഉടുപ്പിന് വേണ്ടി വലിയ ഹോട്ടൽ ഇത്? ഏത് ഈ തന്ത വൈബിനെ കൊണ്ടുവന്നെങ്കിലുള്ള പ്രശ്നം ഇതാണ്. തന്ത വൈബ് നമ്മ അറിയാത്ത കാര്യത്തിന് വിഷയം പറയാനൊന്നും ഇടാന്ന്. എന്തെങ്കിലും
ഡ്രൈവിംഗിലല്ല റൂട്ടല്ല ഇപ്പൊ കണ്ട് കാണിച്ചില്ല ആ എല്ലാരും തെറ്റിൽ ഓരുണ്ടായിട്ട് യഥാർത്ഥ ലക്ഷ്യ സ്ഥലത്തേക്ക് എത്തിച്ചു അത് സിയാബോ സിയാബ് വെറുതെല്ലോ സിയാബിനെല്ലാരും സിയാബിനെ ആദരിക്കേണ്ട സമയമായി അറിഞ്ഞ സിയാബിനെ ആദരിക്കേണ്ട സമയമായി നമുക്കൊന്നും കൂടി അറിഞ്ഞ അപ്പൊ പള്ളിനകത്ത് ഈ ഓഫ് റോഡാ ആര് ഓട്ടുന്നുള്ള ആൾ അങ്ങനത്തെ തന്ത വൈബല്ലേന്ന് ഇങ്ങനെ കേക്ക് ഇതെന്താ ഡാമാ നമുക്ക് ഇതൊന്നും അറിയാണ്ട് ഇങ്ങനെ പറയല്ലേ ഒന്നോട്ട് അറിയുന്നല്ലോ ഞാൻ എന്തേലും സംസാരിക്കുന്നില്ല അങ്ങനെ തേടി പിടിച്ചിട്ട് അങ്ങനെ ഉടുപ്പിക്ക് നീ കൊറേ അങ്ങനെ ജോലിക്ക് പഠിപ്പിക്കാൻ നിക്കണ്ട സിയാബ ഓനിപ്പോ അമ്പലത്തിന്റെ പ്രസിഡന്റ് അല്ല സോറി റെസിഡൻസിന്റെ പ്രസിഡന്റ് പിന്നെ സമസ്തന്റെ ഇതാ സിയാബ് ഒറിജിനൽ ഇതാ ആ ഒറിജിനൽ ഉടുപ്പിത് അവാ അപ്പൊ നീ ഓരോ കളിയാക്കി തമാസാക്കണ്ട ജോനി ഒറിജിനൽ ഉടുപ്പിതാവാ എന്തിന്റെ എന്തൊരു അറിവ് ഇന്നലെ രാത്രി തുടങ്ങി തല്ല് ഇന്നലെ രാത്രി തുടങ്ങി നിങ്ങൾ അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് വന്നതില്ല എന്തുകൊണ്ട് വന്നതോ അങ്ങനെ ഹോട്ടലിലേക്ക് ഓർഡർ കൊടുത്ത് ആദ്യം ജുനി എന്തെടുത്തില്ലെങ്കിൽ ഇഡ്ഡലി സെറ്റ് എടുത്ത് ഞാൻ വട എടുത്ത് ചെമ്മന്ത് എടുത്തില്ലെങ്കിൽ സീരയും ഉപ്പുമാവും കോമ്പിനേഷൻ അതിന് എന്തൊരു പേരുണ്ട് ആ കോമ്പിനേഷൻ എനിക്ക് അറിയുന്നില്ല അതും എടുത്ത് സിയാബ് തട്ട് ദോശക്ക് വെയിറ്റ് ആക്കുന്നില്ല അതുവരെ എന്താക്കുന്ന എല്ലാവരുടെ പ്ലേറ്റിലേക്ക് കൈയെടുത്ത് തിന്നുകൊണ്ടുള്ള പിന്നെ ഞാൻ വട കഴിഞ്ഞപ്പോൾ അതിന് ബെൻസ് എടുത്ത് ബെൻസ് നമുക്ക് ഏടെ പോയെങ്കിൽ ബെൻസ് വേണം ബെൻസില്ലെങ്കിൽ പിന്നെ എന്ത് നമുക്ക് രാവിലെ ചായക്ക് പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ ഈ ബെൻസ് തിന്നുമ്പോൾ ഒരു അരിപ്പച്ചനുണ്ട് നമ്മളവിടെ എന്തെങ്കിലും ഓൻ്റെ പ്ലേറ്റിലുള്ള സാധനം വെച്ചിട്ടില്ല മറ്റൊൻ്റെ പ്ലേറ്റിൽ കൈയെടുത്ത് തിന്നതാ അതാണ് ഞാൻ അവൻ്റെ സ്വഭാവം ഇത് ഓൻ്റെ പ്ലേറ്റിൽ 2-3 ഇഡ്ഡലി ഉണ്ടാവും ഓൻ അത് തിന്നുമല്ല ബാക്കിയുള്ള പ്ലേറ്റിൽ തിന്നു അതാണ് ഓൻ്റെ സ്വഭാവം അങ്ങനെ ഇതൊന്നും കുടിച്ച് ചായം കുടിച്ച് കുറച്ച് കഴിയുമ്പോൾ എന്തായി സിയാബിൻ്റെ സാധനം വന്ന് തട്ടുദോശ വന്ന് അതും തിന്നത് നേരെ പോന്ന് ഏത് ബില്ല് കൊടുക്കാനായി അങ്ങനെ ബില്ലെല്ലാം കൊടുത്ത് നേരെ വിടുന്നത് അതടുത്തേക്ക് വ്യൂ പോയിന്റ് കൂർഗ് ജില്ലയിലെ മണ്ടിൽപേട്ട് എന്ന സ്ഥലത്ത് വ്യൂ പോയിന്റ് നോക്കാം ഏകദേശം 14 കിലോമീറ്റർ ഇടുന്നത് നമ്മൾ അതിൻ്റെ വീഡിയോ സെക്കൻഡ് പാർട്ടിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ കാണണം പോയിട്ട് അത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇന്നത്തെ പിന്നെ വീഡിയോ ഇവിടെ അവസാനിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണോ ലൈക്ക് ചെയ്യണോ ഷെയർ ചെയ്യണോ അതുപോലെ തന്നെ വീഡിയോക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് രേഖപ്പെടുത്തണം അപ്പം മടിക്കേരിയിലെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ